ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഗ്ലാമർ വണ്ടിയുടെ എൻജിൻ സൗണ്ടായിട്ട് നമ്മൾ അയച്ചിട്ടുണ്ട്. എൻജിൻ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാങ്കിൻ്റെ മെയിൻ ഒരു പാർട്ടാണ് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ആ പാർട്ടിൻ്റെ ബെയറിങ് കംപ്ലയിൻറ്റ് വന്നിട്ട് നമ്മളത് ചെക്ക് ചെയ്യാനോ അതിൻ്റെ കംപ്ലയിൻറ്റ് റെഡിയാക്കാനോ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. അത് ശരിക്കും എൻജിൻ വർക്കാണ്. ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് വണ്ടിയുടെ എൻജിൻ ഭാഗങ്ങൾ. അപ്പോൾ അതിനകത്ത് നമുക്ക് മെയിനായിട്ട് കംപ്ലയിൻറ്റ് വന്നേക്കുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കണക്ട് റോഡിൻ്റെ ബെയറിങ് പോയി കിടക്കുന്നതാണ്. ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള കംപ്ലയിൻറ്റ് ആറുന്നത്. അപ്പോൾ അത് ഇത് ഓൾറെഡി കംപ്ലയിൻറ്റ് വന്ന സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഷാഫ്റ്റുമ്മയാണ് പിസ്റ്റണൊക്കെ കണക്ട് ചെയ്ത് തരാം. അപ്പോൾ സിലിണ്ടർ പിസ്റ്റണും നല്ല രീതിയിൽ സ്ക്രാച്ച് വന്ന് പോയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട് രണ്ട് ഭാഗത്തും. എവിടെയും വന്നിട്ടുണ്ട്, ഈ ടോപ്പ് ഭാഗത്തും വന്നിട്ടുണ്ട്, സൈഡിൻ്റെ ഔട്ടറും നല്ല രീതിയിൽ തേമാനം വന്ന് പോയേക്കാം. എനിക്ക് തന്നെ സൗണ്ട് പെട്ടെന്ന് വന്നതായിരിക്കില്ല, കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് ഉണ്ടായി കാണണം. അല്ലാതെ കൊണ്ട് ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും എത്ര സ്റ്റെപ്പ് തേമാനം വന്നു പോയേക്കണേ കാണാം. അതേപോലെ തന്നെ നമുക്കിത് എൻജിൻ്റെ ഈ ഭാഗം അഴിക്കുന്ന സമയത്തുണ്ടല്ലോ, ഇതിൻ്റെ തന്നെ ഗിയർ ബോക്സിൻ്റെ ബെയറിങ് സെറ്റുകളാണത്. അതായത് ഗിയർ ബോക്സിൻ്റെ ഈ ബെയറിങ്ങൊക്കെ ശരിക്കും പറഞ്ഞാൽ ക്രാങ്ക് കേസിൻ്റെ ഉള്ളിൽ നിന്ന് അടിക്കുന്ന ബെയറിങ്ങുകളാണ്. അപ്പോൾ നമ്മൾ എൻജിൻ അഴിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഈ ബെയറിങ് മാറ്റാതെ നമുക്ക് റീസെറ്റ് ചെയ്യുന്നത് ബുദ്ധിയല്ല. കാരണം വെച്ചാൽ ഈ ബെയറിങ് ഒക്കെ ഉണ്ടല്ലോ, ഈ 6001 എന്ന നമ്പർ വന്ന ഈ ചെറിയ ബെയറിങ് ഒക്കെ ഉണ്ട്, ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും കംപ്ലയിൻറ്റ് വരാവുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എൻജിൻ സംബന്ധമായിട്ടുള്ള ഏത് വർക്ക് ചെയ്താലും ഗിയർ ബോക്സ് അഴിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ആ ബെയറിങ്ങിൻ്റെ പൊസിഷൻ, അതായത് ആ 4 ബെയറിങ്ങും മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യണതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ അത് ക്ലിയർ ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ക്രാങ്ക് നമുക്ക് ഓൾറെഡി നമുക്ക് സെറ്റ് ചെയ്ത് എടുത്താൽ മതി. ലെയ്ത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഈ സൈഡ് ബെയറിങ് മാറ്റി കിട്ടും, കണക്ട് റോഡ് റെഡിയാക്കി കിട്ടും, സൈഡ് നീഡിൽ ബെയറിങ്ങും. അതാകുമ്പോഴത്തേക്ക് ശരിക്കും ഒരു പുതിയ ക്രാങ്കിൻ്റെ അതേ ക്വാളിറ്റിയിൽ വാറണ്ടിയിൽ തന്നെ നമുക്ക് ചെയ്ത് കിട്ടും. പക്ഷേ നമുക്ക് ഈ സിലിണ്ടർ വന്ന സമയത്തുണ്ടല്ലോ, സിലിണ്ടർ ശരിക്കും ബോർ ചെയ്ത് യൂസ് ചെയ്യുന്ന റേറ്റ് കുറയും. ബോർ ചെയ്ത എമൗണ്ടിൽ നമുക്ക് കുറവ് വരുത്താം. പക്ഷേ പ്രോബ്ലം എന്താ വെച്ചാൽ റിസ്ക് കൂടുതലായിരിക്കും, കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത ഹൈ ആണ്. അപ്പോൾ അതുകൊണ്ട് സിലിണ്ടർ പിസ്റ്റൺ ഐറ്റംസൊക്കെ എപ്പോഴും നമുക്കത് മാറ്റി പുതിയത് യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. ക്ലച്ച് ഡിസ്കും പ്ലേറ്റൊക്കെ ആയാലും അതൊക്കെ റീപ്ലേസ്മെൻറ്റ് ചെയ്തെടുക്കുക, മാറ്റിയെടുക്കുക. അതേപോലെ ഇതിൻ്റെ എൻജിൻ്റെ ഉള്ളിലുള്ള ഈ ക്യാം ചെയിൻ എന്ന് പറയുന്ന യൂണിറ്റ്, അതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ നമുക്ക് അതിൻ്റെ പാക്കിങ്ങുകൾ, ഓയിൽ സീലുകൾ, അതേപോലെ ഓറിങ് ഐറ്റംസ്, ഇതൊക്കെ നമ്മൾ എൻജിനുമായി ബന്ധപ്പെട്ട് അഴിച്ചാൽ അതൊക്കെ വൺ ടൈം യൂസിങ് ആണ്, ഒരു പ്രാവശ്യമാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം പാക്കിങ്ങൊക്കെ ഒരു പ്രാവശ്യം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് പിന്നെ അത് അഴിച്ചിട്ട് വീണ്ടും അതിനെ യൂസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ലീക്ക് വരാവുന്നൊരു കണ്ടീഷനുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഗ്യാസ്കറ്റ് മാറ്റിയിടണമെന്ന് പറയേണ്ട കേസ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഇത്രയും ചെയ്ത് വരുമ്പോൾ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം. അതായത് ശരിക്കും ഫുൾ എൻജിൻ വർക്കായിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം ഇതാണ് മെയിൻ പാർട്ട്. നമ്മുടെ ഒരു ഹാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം, ഇതാണ് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്ന യൂണിറ്റ്. ഇത് ഇത്രയും പോയിട്ടുണ്ട്, അതിൻ്റെയാണ് മെയിനായിട്ട് അത്ര സൗണ്ട് കാണിച്ചത്. സാധാരണ നമ്മൾ വണ്ടി വന്ന സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ പിസ്റ്റൺ പിടിച്ച പോലെയാണ്, അത് ഓയിലൊക്കെ തീർന്ന് പിസ്റ്റൺ പിടിച്ച ഒരു ഫീലാണ് നമുക്ക് കിട്ടിയത്. പക്ഷേ നമ്മൾ വണ്ടി എൻജിൻ ഓയിലൊക്കെ അഴിച്ചിടുന്ന സമയത്ത് ഓയിലുണ്ട് അതിനകത്ത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഇതിൻ്റെ പ്രോബ്ലം കാണുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ബെയറിങ്ങൊക്കെ അതിനകത്ത് പൊടിഞ്ഞ് പോയിട്ട് ബെയറിങ്ങിൻ്റെ ഔട്ടർ കംപ്ലീറ്റ് വന്നിട്ട് ഇതിനകത്തേക്ക് ഓയിലിൽ മിക്സായി വന്നേക്കണതാണ് ഈ കാണുന്നത്, മെറ്റൽ ഭാഗങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഈ ഹെഡിൻ്റെ വാൽവും അഴിച്ചു നോക്കിയിട്ട് വാൽവിൻ്റെ സീറ്റിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ക്യാം ഷാഫ്റ്റിൻ്റെ ബെയറിങ്, സൈഡ് ബെയറിങ്ങും മാറ്റി റീസെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എൻജിൻ്റെ എന്ന് പറഞ്ഞാൽ എൻജിൻ ഭാഗം പക്ക ഫ്രഷ് പുതിയ എൻജിൻ പോലെ തന്നെ വരും. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഈ ക്ലച്ച് ഔട്ടർ യൂണിറ്റ് എന്ന് തന്നെ പറയാം, ഇതിൻ്റെ ചെറിയൊരു മുഴക്കം നമുക്ക് ചെറുതായിട്ടുണ്ടാവും എന്നല്ലാതെ ഇതിൻ്റെ ചെറിയൊരു മുഴക്കമുണ്ടാവും. കാരണം അത് വന്നത് പഴക്കത്തിൻ്റെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കത് പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. തന്നെയല്ല ഇതിൻ്റെ കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും നമുക്ക് കൂടുതലായിട്ടൊരു ഇറിറ്റേഷനൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പോലും ക്ലച്ചിൻ്റെ ഭാഗം എഞ്ചിൻ ഫുള്ളായിട്ട് അയക്കണം, ക്ലച്ച് കവർ അയച്ച് നമുക്ക് അഴിച്ച് മാറ്റാവുന്ന കേസുള്ളൂ. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇത് ഒഴിവാക്കാം. ബാക്കിയത്തെ ഈ പറഞ്ഞ ഭാഗങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്യണം. അതായത് ക്രാങ്ക് സെറ്റ് ചെയ്തെടുക്കണം, സിലിണ്ടർ റീപ്ലേസ് ചെയ്തിട്ട് മാറ്റി സിലിണ്ടർ പിസ്റ്റൺ ഐറ്റംസ് പുതിയിടാം, ക്യാം ഷാഫ്റ്റിൻ്റെ സൈഡ് ബെയറിംഗ് നട്ടർ മാറ്റാം, വാൽവ് നോക്കിയിട്ട് മാറ്റുന്നുണ്ടെങ്കിൽ മാറ്റി സീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ക്ലച്ച് ഡിസ്ക്, ടൈം എഞ്ചിൻ, ഗിയർ ബോക്സിൻ്റെ ബെയറിംഗ് ഐറ്റംസ് അത്രയാണ് നമുക്ക് മെയിനായിട്ട് അതുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ ഞാനതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം കേട്ടോ. പിന്നെ നമുക്ക് റേറ്റ് കുറയ്ക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, റേറ്റ് കുറയ്ക്കാമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ സീറ്റ് ചെയ്തെടുക്കുക. നിസ്സാരം ഒരു 1500-2000 രൂപ താഴെയാണ് നമുക്ക് വലിയ കുറയ്ക്കാൻ പറ്റിയാലും, നല്ല രീതിയിൽ ചെയ്യുമ്പോൾ കുറയ്ക്കാൻ പറ്റിയാലും നമുക്ക് സാധിക്കുകയുള്ളൂ.
കാരണം ആ 2000 രൂപ എന്ന് പറഞ്ഞാൽ പിന്നീട് നമുക്ക് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അധികം കൂടുതൽ നഷ്ടമായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു എസ്റ്റിമേറ്റ് ആക്കാം, എന്നിട്ട് നോക്കാം, എന്നിട്ട് ഫണ്ടിൻ്റെ കേസ് കൂടി നോക്കണമല്ലോ. അതനുസരിച്ചിട്ട് നമുക്ക് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. അതും പ്രകാരം നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് പരമാവധി നേരത്തെ പറയാം, കാരണം അതനുസരിച്ചിട്ട് വേണം നമുക്ക് അതിൻ്റെ ഐറ്റംസ് പാർട്സുകൾ അറേഞ്ച് ചെയ്യണം, സെറ്റ് ചെയ്യാനുള്ള. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു താമസം വരും നമുക്ക് എന്തായാലും കേട്ടോ.